നിക്ക് എന്നെ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടോ? അപ്പോ വാറണ്ട് ഇല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വെച്ച് എന്നെ എന്തിനാ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി. എങ്ങനെ തനിക്ക് ലോക്കൽ ചാനൽ മതിയാവോ അതോ CNN BBC പോലുള്ള വേൾഡ് ചാനലൊക്കെ കൊണ്ടുവരേണ്ടി വരുമോ? എഴുമല്ലേ സാർ, ഇയാളെ പിടിച്ച് വണ്ടി കയറ്റോ? കഴിയുന്നു വിട് സാറേ. എന്തുണ്ടെങ്കിലും നമുക്ക് സ്റ്റേഷനിൽ പോയി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വരാം. ഞാൻ വരുമെന്ന് പറഞ്ഞില്ല, പിന്നെ എന്താ? എന്താ സാർ ഒരു മര്യാദ ഇല്ലാതെ? അത് നീ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ തെറ്റ് സംഭവിച്ചെന്ന് ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോക്കാം നിങ്ങൾ. നീ അറിയേണ്ട കാര്യമില്ല. എല്ലാവരും മാറി നിൽക്കാൻ അയാൾ എന്ത് തെറ്റിയാ കൊണ്ടുപോണേ? ആദ്യം വിടാ പറ. നീ എന്താ നാടകം ഇവിടുന്ന് വിടില്ല, പറഞ്ഞു കൊടുക്ക് സാറേ. എന്തിനാ എന്തേ കാണിക്കുന്നേ? എന്തിനാ ഇദ്ദേഹത്തെ കൊണ്ടുവന്നേ? നീ ആരാ? പ്രസ് റിപ്പോർട്ട് ആണെങ്കിൽ ചാർജ് ഷീറ്റ് ഉണ്ടോ? ഇവിടെ ഉള്ള ആരെങ്കിലും കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ? കാണിച്ചേ, നിങ്ങളെ കംപ്ലൈന്റ് ഒന്ന് കാണിച്ചേ. സാറേ, അവന്മാര് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവനാണെങ്കിൽ പ്രസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നമാകും. ഒന്ന് പോ സാറേ. സാർ വിട്ടേ. കാണിച്ച തരികടൊക്കെ യൂട്യൂബ് ചാനലിട്ട് കാണിച്ചു തരാം. പോ ഫസ്റ്റ് ഇവരെ കൊണ്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യിക്കാനായിട്ട്. സാറേ, എന്താ സാർ പ്രശ്നം? പൊക്കിയോ. ഇന്നലെ രാത്രി എനിക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് നോക്കുക. സാർ വിഷമിക്കട്ടെ സാറേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. താങ്ക്സ്. മാം മീറ്റിംഗിലാണ്. കുറച്ചു നേരം മാഡത്തിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. Election കഴിയുന്നതുവരെ nobody will be granted personal holidays or leaves. Okay, madam. ACPC and commissioners should be on standby 24/7. Yes, madam. ഏത് ചെറിയ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ശരി madam, അങ്ങനെ ചെയ്യാം. Don't take anything lightly and don't give space to media and opposition to talk about us or our department. Yes, madam. Especially election 2 ആഴ്ച മുൻപ് I want everyone to be cautious, alert and vigilant. Sure, madam. Okay then. Thank you. Ma'am. Wait a minute, please. നിന്നോടല്ലേ പറഞ്ഞത് ഫോൺ ഓഫ് ചെയ്യടാ. എന്താ പ്രശ്നം? നീ എന്താ നാടകം കളിക്കാ? അയാൾ എന്ത് തെറ്റിയാ കൊണ്ടുപോണേ? ആദ്യം വിടാ പറ. സാറേ, എന്തിനാ സാറേ കുത്തിനെ പിടിക്കുന്നേ? വീഡിയോ എടുക്കണോ? സായ്നഗർ ആരുടെ ലിമിറ്റിലാ വരുന്നത്? എന്റെ ലിമിറ്റാ മാം. വാട്ട്സ് ഹാപ്പനിങ് ദേർ? കിഡ്നാപ്പ് കേസ് മാഡം. Can you please brief me? വെളുപ്പിന് 2:30 കൺട്രോൾ റൂമിലേക്ക് ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു. സുബ്രഹ്മണ്യന നോവലിസ്റ്റ് ആണെന്നും അയാൾ പറഞ്ഞു. അയാൾ ആ നടന്ന കാര്യം അങ്ങനെ കഥയായിട്ട് എഴുതി വെച്ചേക്കുക. എനിക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത്. എൻക്വയറി ചെയ്യാൻ ഞാനാ പറഞ്ഞത്. സോ നേരിട്ട് നിങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുത്തല്ലേ? യെസ് മാം. അവരെന്നെ ചേംബറിൽ വന്ന് കാണണം. പോലീസുകാരുടെ അക്രമം. മുതിർന്നവരെ ക്രൂരമായി പീഡിപ്പിച്ച് അറസ്റ്റ് ചെയ്ത പോലീസുകാരെ പൊതുജനങ്ങളുടെ ഇടപെടൽ കാരണം അവരെ പറഞ്ഞയച്ചു. കൂടാതെ ഈ അക്രമരാഹിത്യം ഷൂട്ട് ചെയ്ത് യുവാക്കളുടെ സെൽഫോൺ വലിച്ചെറിഞ്ഞത് മാത്രമല്ല, അവരെ പീഡിപ്പിച്ചതും പൊതുജനങ്ങളുടെ ഇടയിൽ രോഷം കൊള്ളിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ അതിവേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ കഥകളിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ പോലെ അവരെ ഭീഷണിപ്പെടുത്തുന്നല്ലേ? ഇതൊക്കെ വിശ്വസിക്കണമെന്ന് ആശുപത്രി കൂട്ടിക്കൊണ്ടു പോകേണ്ടവരെ കസ്റ്റഡിയിൽ എടുത്തു കളഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ടെൽ മീ, വാട്ട് വാസ് ദ ബേസിസ് ഓൺ വിച്ച് യു ട്രൈങ് ടു ടേക്ക് ഹിം കസ്റ്റഡി? അല്ല മാഡം, ആ പെണ്ണ് അയാളുടെ പേരാ പറഞ്ഞിരുന്നത്. അയാൾ ആ പെണ്ണിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇന്നാരോ എനിക്ക് ഫോൺ ചെയ്ത്
നിങ്ങൾക്ക് മെന്റൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് വെച്ച് നിങ്ങളെ ഞാൻ ഉടനെ അസൈലമിൽ അഡ്മിറ്റ് ചെയ്തേക്കട്ടെ? ഓക്കെ, യു ലീവ് ഇറ്റ്. നിങ്ങൾ പറ, മിസ്സിംഗ് കേസിൽ എൻക്വയറി ചെയ്യണമെങ്കിൽ അതിനുള്ള ബേസിക് റിക്വയർമെന്റ് എന്താണ്? Missing complaint of the girl, complaint by the girl, proof of the crime, and concrete evidence, ma'am. അപ്പൊ ആവശ്യമില്ലാതെ എന്തിനാണ് സെൻസേഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എൻക്വയറി വേണമെന്ന് പറഞ്ഞ് ഓർഡർ വന്നു, മാം. ആ കുട്ടി കൺട്രോൾ റൂമിലേക്ക് ചെയ്ത കോളില് ഇയാള് തന്നെയാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞായിരുന്നോ? അതല്ല, ആരോ ഈ പെണ്ണിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇയാളുടെ പേരിലാണ് സംശയം ഉള്ളതെന്നും അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ആ കോള് വന്ന നമ്പര് കൂടെ ട്രേസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല നമ്മളെ കൊണ്ട്. വാട്ട് എഫക്ട് വാസ് എ പ്രാങ്ക് കോൾ? ആ പെണ്ണിന്റെ വോയിസ് കേൾക്കുമ്പോ അതൊരു പ്രാങ്ക് കോൾ ആയിട്ട് തോന്നുന്നില്ല മാഡം. ലെറ്റ് മീ ലിസൺ ടു ദി റെക്കോർഡിംഗ്. യെസ്, മാം. ഹലോ ഹലോ, കൺട്രോൾ റൂം. 3 പേര് എന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ എവിടെ ഉള്ളെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ആൻ എമർജൻസി. ഐ നീഡ് ഹെൽപ്പ്. പ്ലീസ് പ്ലേ ദാറ്റ് അഗൈൻ. ഓക്കെ, മാം. ഹലോ ഹലോ, കൺട്രോൾ റൂം. 3 പേര് എന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ എവിടെ ഉള്ളെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ആൻ എമർജൻസി. ഐ നീഡ് ഹെൽപ്പ്. പൂജയ്ക്കൊന്ന് കോൾ ചെയ്തേ. മോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മാഡം. വേഗം വീട്ടിൽ ഫോൺ ചെയ്. ആ ഇന്നലെ ഫോൺ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ല മാം, കോളൊന്നും വന്നില്ല. ഹലോ. ആ ഹലോ, പറയൂ സർ. പൂജ മോള് റൂമിലുണ്ടോ നോക്കിയേ. ഇല്ല സർ, വീട്ടിൽ വന്നിരുന്നോ? വന്നിട്ടില്ല സർ. ഓക്കെ, വീട്ടിൽ ചെന്നിട്ടില്ല മാം. അവളുടെ ഫ്രണ്ട് അനിതയ്ക്ക് ഫോൺ ചെയ്. കൺട്രോൾ റൂമിലേക്ക് 2 കോൾ വന്നെന്ന് പറഞ്ഞില്ലേ? യെസ്, മാം. പ്ലേ. ഞാൻ പൂജ, സുബ്രഹ്മണി, സായിനഗർ. മാം, അനിതയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ട് ചെക്ക് ചെയ്ത് നോക്ക്. ആ ശരി മാം. അയാളെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. യെസ് മാഡം. ഞാൻ ഓഫീസിൽ പോയിട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ തിരക്കണം. എന്നിട്ട് തിരിച്ച് എന്നെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങാൻ പോകാം. ശരി ശരി ശരി. പൂജയുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാ പാട്രോൾസിനും ചെക്ക് പോസ്റ്റിനും ഷെയർ ചെയ്യും. ശരി മാഡം. ആരെങ്കിലും സംശയം തോന്നിയെന്ന് കണ്ടാൽ വെയർ ഹൗസിൽ വെച്ച് ഇൻട്രോഗേറ്റ് ചെയ്യും. ഓക്കെ മാഡം. സാർ, താങ്കളെ അറസ്റ്റ് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചയക്കാണ് ഉണ്ടായത്. മതി മതി മതി, എല്ലാവരും പുറത്തോ. പോ, 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 പോ. പോ, പോ. പറഞ്ഞേക്ക്. സാർ, 2 മിനിറ്റ്. എല്ലാവരും പോ. സാർ, ഇപ്പം എണീക്ക് വിടും. സാർ, പ്ലീസ്. വിടും. സാർ, 2 മിനിറ്റ്. സാർ, ഇനി പറയും, ആ പെണ്ണിനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? ഹേയ്, ആ പെണ്ണ് എവിടെയാണെന്ന്? ആ പെണ്ണ് ഫോൺ ചെയ്തപ്പോ നിങ്ങൾ ചോദിക്കാതിരുന്നിട്ട് വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നതിനാ? DGP-യുടെ മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് മീഡിയയിൽ പബ്ലിസിറ്റി ചെയ്തോണ്ടിരിക്കാൻ തന്നെ ഇരുത്തി കോംപ്രസ് എന്ന് വിചാരിച്ചോ? സാർ, കാഞ്ചിന്ന് വലിച്ച തന്റെ തല പൊട്ടിത്തെറിക്കും. ആ പെണ്ണെവിടാ? സർ, മീഡിയ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് സർ. എന്താ സാർ ഇത്? നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നെ ഉപദ്രവിക്കുന്നത്? എന്തിനാ സാർ? എന്തിനാ സാർ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാനെന്ത്? തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ഗുണ്ട പോലീസ് DGP-യുടെ മകളെ കാണാനില്ല. മുതിർന്ന പൗരനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അറസ്റ്റ് ചെയ്ത പോലീസ് മേധാവി. ഈ വീഡിയോ തത്സമയം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു.